അതെന്താ വെച്ചാൽ ഈ പടത്തിൽ ഇതിന്റെ മുമ്പ് ഒരു ചെറിയ ടീസർ അപ്ലോഡ് ആയിട്ടുണ്ട്. അതിൽ ആ ഒരു ഇതുണ്ട്. 45 പറഞ്ഞാൽ ഒരു വേൾഡിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ബട്ട് ഈ പടത്തിൽ അത് ഒരു 45 ഡേയ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെല്ലാം എലിമെന്റ്സ് ചെയ്തിട്ട് അത് 45 ആയിട്ട് ടൈറ്റിൽ വെച്ചു. പിന്നെ പടം 45 ഡയറക്ടറിന്റെ ഒരു ഡെബ്യൂ ഫിലിമാണ്. അപ്പം അതും മൾട്ടിപ്പിൾ സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കൺവിൻസ് ചെയ്തു ഇത്ര ആളുകളെ? മൾട്ടിപ്പിൾ 2 സൂപ്പർ സ്റ്റാർ പിന്നെ ഒരു ആക്ടർ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഇല്ല മോനെ, ഇല്ല, നോ വേ. ലൈക്ക് അവരാണ് ലെജൻഡ്സ്. ഞാൻ ഇപ്പൊ ഒരു ഡെക്കേഡ് പോലെ ആയില്ല. ജസ്റ്റ് ഐ ഹാവ് ഡൺ ഹാൻഡ്ഫുൾ ഓഫ് ഫിലിംസ്. ദാറ്റ്സ് വൈ ദേ ആർ സൂപ്പർ സ്റ്റാർസ്. I have watched them grow and like see them shine. എന്താ വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും ആക്ടർ ആയാലും സ്റ്റാർസ് ആയാലും അവർക്ക് എല്ലാവർക്കും സ്റ്റോറി വേണം അല്ലേ. അപ്പോൾ അവർ ഡെബ്യൂട്ടൻ്റ് ഇല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്ഡ് അത് മാറ്റർ ആവില്ല. സോ ഹി മേഡ് എ ഫിലിം ആൻഡ് ഷോഡ് ഇറ്റ്. അതേക്കാളും ബെറ്റർ പ്രൂഫ് എന്തുണ്ട്? അത് കാണുമ്പോൾ തന്നെ ഇതെപ്പോ ചെയ്തു, ഇതെങ്ങനെ ചെയ്തു, അത് കംപ്ലീറ്റ് ഡബിങ് ചെയ്തിട്ട് TTS പോലെ ചെയ്തു. 5.1 ഓൾസോ ഹി മിക്സ്ഡ് ഇറ്റ്. ഐ തിങ്ക് അതിന്റെ സ്റ്റോറി എല്ലാവർക്കും അട്രാക്ട് ആയി. പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മുടെ ചെറുപ്പകാലത്തിൽ അവിടെ കർണാടകയിൽ ശിവരാജ് കുമാർ പിന്നെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര അവരൊരു കൾച്ചറൽ ഐക്കോൺസ് ആണ് നമുക്ക്. അപ്പോൾ ആ 2 ക്യാരക്ടേഴ്സും വേറെ യാരും റിപ്ലേസ് ചെയ്യാൻ അത് പാടാം. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ക്യാൻ റിപ്ലേസ് ദം ഇൻ ദിസ് ഫിലിം. സോ അവരുടെ ഇമേജും അവരുടെ ഒരു സ്വാഗും അതെല്ലാം പിടിച്ചിട്ടാണ് അവർ ഇത് എഴുതിയിട്ടുള്ളത്. So the moment somebody reads it of that caliber, they can judge, okay, this director has worked a lot. So maybe they accepted that because of that reason. I accepted it because of the preparation he had done and the importance that my role had. Yeah. Right, sir. ഇപ്പം ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. കാരണം ഒരു പക്ക ഒരു മാഡ് മാക്സ് സിനിമ കാണുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അത്ര മോഡേൺ ആണ്, ഫാന്റസിയാണ്, എന്നാ കുറച്ച് മിത്തുണ്ട്, ഗുഡ് വേഴ്സസ് ഈവിൾ, അങ്ങനത്തെ ഒരു മോഡ് നമുക്ക് പല ജോണേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാം? നമ്മൾ ആളുകൾ എല്ലാ ടൈപ്പ് ജോണേഴ്സും സിനിമകൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തൊരു ജോണർ അല്ലെങ്കിൽ ഇങ്ങനൊരു കൺഫ്യൂസ്ഡ് ആകുമോ എന്നൊരു എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നോർമലി ഒരു വലിയ പടം ചെയ്യുമ്പോൾ എപ്പോഴും ടെംപ്ലേറ്റിൽ അത് വരണം, ഇല്ലെങ്കിൽ അത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ ഈ പടം അങ്ങനല്ല. അത് വേറെ അഡ്വെഞ്ചർ സോണിക്ക് പോകുന്നത് അങ്ങനെയല്ല. സ്റ്റോറി തന്നെ അങ്ങനെ പോകും. സ്റ്റോറി ഒരു കോമൺ മാൻ്റെ ലൈഫ് വേറെ എക്സ്ട്രോർഡിനറി പീപ്പിൾ എക്സ്ട്രോർഡിനറി സിറ്റുവേഷൻ പോകുമ്പോൾ വേറെ ഡയമെൻഷനിൽ പോകും. അതാണ് വിഷ്വലൈസ് ചെയ്തത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് there because we wanted to achieve a film like other film. അതങ്ങനല്ല. ഇതിന്റെ സ്റ്റോറിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ട്രാവൽ വേണം. സോ ദാറ്റ് ഈസ് ദ റീസൺ. ആൻഡ് വെൻ ഹി കട്ട് ദ ട്രെയിലർ he wanted to hide all the stories without telling the stories. അതിന്റെ വിഷ്വൽ ഗ്രാൻഡിയർ മാത്രം കറക്റ്റ് ചെയ്തിട്ട് അത് ട്രെയിലർ റിലീസ് ചെയ്താൽ മതി. അതാണ് അവരുടെ ഡിസിഷൻ. സോ ദാറ്റ് ഈസ് ദ റീസൺ ഇറ്റ് ലുക്സ് ലൈക്ക് several worlds, but in the cinema it is one world traveling to another dimension. So our confusion illade or easy ആയിട്ട് ഫ്ലോ ഉണ്ട് അതിൽ. അതുപോലെ തന്നെ സാർ ഇതില് ഒരു സോങ് ഇറങ്ങിയ ട്രൈബൽ സോങ് ഇറങ്ങിയാൽ അത് ഇന്ത്യ മുഴുവൻ അത് വൈറലാണ് ഓൾറെഡി. അപ്പം നിങ്ങൾ പോകുന്ന ഫംഗ്ഷൻസിലായാലും ശരി, എവിടെ പോയാലും അത് എൻജോയ് ചെയ്ത് കളിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് സൂപ്പർ സോയിലെ സോങ് അലിയൻ സോങ് ആയിരുന്നു ട്രെൻഡിങ് ആയിട്ട് നിന്നത്. പിന്നെ ഇപ്പൊ ഇത് വരുന്നു. ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, നമുക്ക് നമ്മളായിട്ട് തന്നെ അത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോൾ അത്ര എൻജോയ് ചെയ്യില്ലേ, വേറെ എന്ത് ചെയ്യാൻ പറ്റും. സോ ഡാൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ വെൻ യു ഡു ഡാൻസ് ഫോർ യുവർ സെൽഫ് ഐ തിങ്ക് വെരി ഹാപ്പി. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോ അലിയൻ സോങ് തന്നെ ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദ ഫിലിം. അതൊരു പ്രൊമോഷന്റെ ഒരു ഇതാണ്. അത് നാച്ചുറൽ ആയിട്ട് ഫ്ലോ ആയി. എന്താ വെച്ചാൽ നമ്മുടെ കർണാടകയുടെ റിലീസായ ശേഷം നമ്മൾ ഇവിടെ വന്നു. ഇവിടെ മലയാളത്തിലും അത് വളരെ വലുതായിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഫോർ ദാറ്റ് ഐ ഹാവൻറ്റ് താങ്ക്ഡ് കേരള ആൻഡ് താങ്ക് യു സോ മച്ച്. സോ അപ്പോ ആ ഒരു സോങ് ആ പടത്തിൽ ഒരു വൈറാലിറ്റി, അത് ഏത് സോങ് എന്താ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർക്ക് അറിയില്ല. അപ്പോൾ അത് സോ വി ഹാഡ് ടു റിലീസ് ഇറ്റ്. അപ്പൊ റിലീസ് ചെയ്യുമ്പോൾ വെറുതെ വിട്ടാൽ അത് അതിന്റെ ഒരു ഫണ്ണില്ലല്ലോ.
അപ്പൊ ഞാൻ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തു, ആരുമില്ല, വെറുതെ ഇവിടെ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തു, വെറുതെ ഷൂട്ട് ചെയ്തു, പക്ഷെ അത് വൈറലായി. സോ ദാറ്റ് ഇസ് ഹൗ തിങ്സ് ഹാപ്പൻ. പക്ഷെ ഇതില് ആ ഒരു ലാസ്റ്റ് ഹുക്ക് സ്റ്റെപ്പ് എന്തുണ്ട്, അത് 3 ക്യാരക്ടറുടെ 3 പടത്തിന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ജോഗി പടത്തിന്റെ ശിവരാജ് കുമാർ സാറുടെ ഒരു സ്റ്റെപ്പ്. അതിൽ ആ ഒരു സ്റ്റെപ്പിക്ക് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. അപ്പോ അവിടുത്തെ ആൾക്കാർക്ക് അറിയോ അത് എന്താ സ്റ്റെപ്പ്. സെക്കൻഡ് ആക്ച്വലി ഫ്രം ഉപേന്ദ്ര. സോ ആ സോങ്ങിന്റെ പേര് MTV സുപ്പുലക്ഷ്മിയെ. So very old, it's everything is a lie is the meaning of the song. So when Upendra does the step, everybody knows what to expect. ആ ലാസ്റ്റ് പോർഷൻ ഇവിടെയും കുറെ ആൾക്കാർക്ക് അറിയും. അത് ഗരുഡ ഗമനയുടെ ഒരു ടൈഗർ ഡാൻസിന്റെ ഒരു പോർഷനാണ്. സോ ദാറ്റ് ഡയറക്ടർ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് അത് വൈറലാക്കി. ഫോർച്ചുനേറ്റ്ലി ഇറ്റ് വർക്ക്ഡ്. സാർ ഇവർ രണ്ടുപേരുടെ ഫാനാന്ന് പറയുന്നത്, അവർ വർക്ക് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു ഫാൻ മൊമെന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്നൊരു സീൻ കാണുമ്പോൾ അല്ല അവരുടെ ചെയ്തൊരു സീൻ കാണുമ്പോൾ ഉണ്ടായ ഒരു ഫാൻ മൊമെന്റ് എന്തായിരിക്കും അവരുടെ? ഫസ്റ്റ് ഒരു ഇമോഷണൽ സീനിൽ അവർ എനിക്ക് ഒരു ഡയലോഗ് പോർഷൻ മോണോലോഗ് വരും ശിവരാജ് കുമാർ സാറുടെ. അപ്പോ ഞാൻ എന്റെ ബാക്ക് ഷോട്ടാണ്, അവരുടെയും ബാക്ക് ഷോട്ട്. പക്ഷെ ആ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി, ഓ മോസ്റ്റ്ലി ഐ മീൻ തിയേറ്റർ. എന്റെ ചെറുപ്പകാലത്തിലും അത് തന്നെയല്ലേ എന്റെ മെമ്മറിയിൽ. ആ വോയിസ് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും തിയേറ്ററിൽ. സോ ദാറ്റ് ഐ റിയലൈസ്ഡ്, ഓക്കെ ഐ എം സോ ഫോർച്ചുനേറ്റ്. ഇപ്പോ ആളുടെ കൂടെ നിന്നിട്ട്, സോ ഐ ആം ആക്ടിങ് ആൻഡ് ഹി ഈസ് ടെല്ലിംഗ് ദ ഡയലോഗ് ആൻഡ് ഹി ഈസ് ടെല്ലിംഗ് ഇറ്റ് ടു മീ ദ ക്യാരക്ടർ. അത് വളരെ ഹാപ്പി മൊമെന്റ് ആണ്. പിന്നെ ഉപേന്ദ്ര സർ അവരുടെ അടുത്ത് ഞാൻ ഈ കംപ്ലീറ്റ് ഷൂട്ടിംഗ് ഇന്റർവ്യൂ സെഷൻ ആയിട്ട് ഞാൻ മാറ്റി. എവിടെയും എപ്പോഴും അവരുടെ അടുത്ത് ഇതെന്തിനാ ഇങ്ങനെ ചെയ്തു, ഈ ഐഡിയാസ് എങ്ങനെ വന്നു, ഇതാണ് എന്റെ ചോദ്യങ്ങൾ. എന്താ വെച്ചാൽ എന്റെ ചെറുപ്പകാലത്തിൽ അവരുടെ സിനിമയുടെ പോസ്റ്റേഴ്സ് ഞാൻ ഹാഫ് ആൻ അവർ കാണാറുണ്ട്. ഇതിങ്ങനെ ചെയ്തു പോസ്റ്റേഴ്സ്, ഇതെന്താ മീനിങ് എന്താണ്. സോ അത്രത്തോളം ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ കൂടെ എനിക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഇതാണ് എന്താ ഓപ്പർച്യൂണിറ്റി ആണ് എന്റെ ഭാഗ്യം. ഐ തിങ്ക് ആർട്ടിസ്റ്റ് ഗെറ്റ് ഇറ്റ് ആൻഡ് ഐ എം സോ ലക്കി. ഇത്ര മമ്മൂട്ടി സർ, ശിവരാജ് കുമാർ സർ, ഉപേന്ദ്ര സർ. സോ ഐ എം ഗ്ലാഡ്, ഐ എം ലക്കി.